ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. Okay, we told already there are different varieties of living organism. Biodiversity, it is enormous biodiversity in the living world. നമ്മൾ പഠിച്ചു ഏകദേശം 1.7 to 1.8 million species of organisms were already found out. 1.7 to 1.8 million species, it is already found out by its description, its identification, its nomenclature, everything it has been done. 1.7 to 1.8 millions of species already found out. There are again different species of organisms still hidden in our nature. നമ്മുടെ നേച്ചറിൽ ഇനിയും കുറേ ഓർഗാനിസംസ് കണ്ടുപിടിക്കാനുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ കുറേ ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഓർഗാനിസത്തെക്കാൾ കൂടുതൽ ഇനി കണ്ടുപിടിക്കാനുള്ള ഓർഗാനിസംസ് തന്നെയായിരിക്കും കൂടുതലുള്ളത്. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ദ ഓർഗാനിസം ഇറ്റ് ഈസ് വെരി ഹ്യൂജ് ആസ് കമ്പയർഡ് ടു ദിസ് നമ്പർ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഓരോ ഓർഗാനിസത്തിനെയും കണ്ടുപിടിച്ച് അതിനെ ക്യാരക്ടറൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് നോമൻക്ലേച്ചറും കൊടുത്തിട്ടാണ് ഈ 1.7 to 1.8 million സ്പീഷീസ് ഓഫ് ഓർഗാനിസത്തിൻ്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറഞ്ഞു ഈ ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗാനിസത്തിനെയും പഠിക്കാൻ പറ്റില്ല. വി ഹാവ് ടു ക്ലാസിഫൈ ദ ഓർഗാനിസം ആൻഡ് വി ഹാവ് ടു ഗിവ് ദ നോമൻക്ലേച്ചർ ഫോർ ഇറ്റ്. സോ ടു സ്റ്റഡി അബൌട്ട് ദ ബയോഡൈവേഴ്സിറ്റി ദർ ആർ 4 steps. 4 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം ഈ ബയോഡൈവേഴ്സിറ്റി എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യണമെങ്കിൽ. ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടറൈസേഷൻ ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇറ്റ്സ് ഐഡന്റിഫിക്കേഷൻ. ആ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഓർഗാനിസം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഓർഗാനിസം ഐഡന്റിഫൈ ചെയ്താൽ വൺ ഓർഗാനിസം വിത്ത് അതർ ഓർഗാനിസം വി ക്യാൻ കമ്പയർ ആൻഡ് വി ക്യാൻ ക്ലാസിഫൈ ദിസ് ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സ്, എവല്യൂഷണറി ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി വി വിൽ കമ്പയർ ദീസ് ഓൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വിത്ത് other organisms characters and we will classify this one. Okay, so the third step it is the classification of organism. And fourth step after classification of this organism, it has to be named with a scientific name. A scientific name inde pratyekatha endanu vecha that will be unique as well as it will be single. oru tarathilulla organismthinu oru naming maathre undavullu, ഒന്നിൽ കൂടുതലുള്ള നെയിമിംഗ് ഉണ്ടാവില്ല. സോ വി ക്യാൻ സേ സയന്റിഫിക് നോമൻക്ലേച്ചർ ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദിസ് ഓർഗാനിസംസ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ആണ്. സോ ആക്ച്വലി നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും ഒരു ലോക്കൽ ഏരിയയിൽ കാണുന്ന ഓർഗാനിസത്തിനെ നമ്മൾ ആ ലോക്കൽ നെയിം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ലോക്കൽ നെയിം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ പറയും വെർനാക്കുലർ നെയിം എന്ന് പറയും. വെർനാക്കുലർ നെയിം ഇറ്റ് വിൽ ബി വേരിങ് ഫ്രം വൺ റീജിയൻ ടു അനദർ റീജിയൻ. അതിപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ തരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പറയുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ലോക്കൽ ലാംഗ്വേജിൽ അത് പറയാം. അപ്പം ഞാനിപ്പോൾ പോയിട്ട് മലയാളത്തിലൊരു വാക്ക്, ഒരു പ്ലാന്റിന്റെ പേരോ അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ പേരോ തമിഴ്നാട്ടിൽ പോയി പറഞ്ഞ ഒരു പക്ഷെ അവർക്ക് അത് മനസ്സിലായിന്ന് വരില്ല. അതുപോലെ കർണാടകയിൽ പറഞ്ഞാലും മനസ്സിലായിന്ന് വരില്ല. അപ്പോൾ അവിടെ ആ ഓർഗാനിസത്തിന് ഓരോരോ പേരായിരിക്കും ഉണ്ടാവുക. ആ തരത്തിലുള്ള കോമൺ നെയിമിന് നമ്മൾ എന്താ പറയാ, വെർനാക്കുലർ നോമൻക്ലേച്ചർ എന്ന് പറയും. കോമൺ നെയിം ഇറ്റ് ഈസ് വെർനാക്കുലർ nomenclature. ഈ vernacular nomenclature it is not appropriate way of nomenclature or naming. We have to incorporate the scientific naming. Scientific name it was implemented by the scientist Carolus Linnaeus. Carolus Linnaeus introduced a scientific name that is nothing but binomial nomenclature. Binomial nomenclature വെച്ചിട്ടാണ് ഒരു ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിമിംഗ് ചെയ്യുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ ആ ബൈനോമിയൽ that itself it represent two
two names in single name, that is called as binomial nomenclature. Binomial nomenclature ഓരോ ഓർഗാനിസത്തിനും binomial nomenclature സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റൂൾ ഉണ്ട്. That is recorded in different data as ICBN, ICZN, ICVN, ICBACN അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ഡാറ്റാസ്, ഒരുപാട് എന്താ പറയുക, നോമൻക്ലേച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഡുകൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ട്. സോ ഹിയർ വി ക്യാൻ സേ ദ ICBN, ഇറ്റ് വിൽ ബി representing International Code for Botanical Nomenclature. അതായത് പ്ലാന്റ്സിനെ നെയിമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഈ പറയുന്ന ICBN എന്നാണ്. അതുപോലെ തന്നെ ICZN ഈസ് ദെയർ, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത് ആനിമൽസിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, സുവോളജിക്കൽ nomenclature. And we can see ICBACN. ICBACN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബാക്ടീരിയൽ നോമൻക്ലേച്ചർ. ഓക്കെ, അതുപോലെ തന്നെ ഈ ICBACN നമുക്ക് ICNB എന്നും പറയാം കേട്ടോ. ICNB ഈസ് നത്തിങ് ബട്ട് ഇന്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഓഫ് ബാക്ടീരിയ എന്ന് പറയാം, ICNB. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു ടേമാണ് ICNB. ഇതൊരിക്കൽ ചോദിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇന്റർനാഷണൽ കോഡ് ഫോർ നോമൻക്ലേച്ചർ ഓഫ് ബാക്ടീരിയ. അതേപോലെ വേറൊരു ഡാറ്റയാണ് ICVN, ഇന്റർനാഷണൽ കോഡ് ഫോർ വൈറൽ നോമൻക്ലേച്ചർ. International Code for Viral Nomenclature. ഇതൊക്കെയാണ് different data which we are keeping for knowing the rules and regulations for giving the naming binomial nomenclature to each organism. Binomial nomenclature വെച്ചിട്ടാണ് സാധാരണ ഒരു ഓർഗാനിസത്തിനെ നെയിം ചെയ്യുന്നത്. അതിന് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് ഒരു എക്സാമ്പിൾ ആണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഞാൻ അത് എക്സാമ്പിൾസ് പറയുന്നതിന് മുമ്പ് I will see some general rules of this binomial nomenclature. Binomial nomenclature കുറേ റൂൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഐ എം നോട്ട് റൈറ്റിംഗ് ഹിയർ, യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ഓൾ പോയിന്റ്സ്. സോ ദ ഫസ്റ്റ് പോയിന്റ്, ആദ്യത്തെ പോയിന്റ് അവിടെ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബയോളജിക്കൽ നെയിംസ് ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് ലാറ്റിൻ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് ആയതുകൊണ്ട് അത് ഇറ്റാലിക്സിൽ തന്നെയാണ് എഴുതുന്നത്. ഇനി എന്തുകൊണ്ടാണ് അത് ലാറ്റിൻ ലാംഗ്വേജിൽ എഴുതുന്നത്? ബിക്കോസ് ലാറ്റിൻ ഈസ് എ ഡെഡ് ലാംഗ്വേജ്, അതിനൊരു ചേഞ്ചസും വരുന്നില്ല. ചേഞ്ച് വരുന്ന ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ലാംഗ്വേജിൽ ചേഞ്ച് വരുമ്പോൾ ഇറ്റ് വിൽ മേക്ക് ദ കോംപ്ലിക്കേഷൻ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡെഡ് ലാംഗ്വേജ് വെച്ചിട്ട് സയന്റിഫിക് നെയിം ചെയ്യുന്നത്. സോ ലാറ്റിൻ ഈസ് എ ഡെഡ് ലാംഗ്വേജ്. ആ ലാറ്റിൻ ലാംഗ്വേജ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് വിത്ത് ഇറ്റാലിക്സ്. ഇറ്റാലിക്സ് ലെറ്ററിലാണ് സാധാരണ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എഴുതുന്നത്. ഇറ്റാലിക്സ് നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സ് എന്ന് പറയുന്ന ആ ഫോണ്ട് സെലക്ട് ചെയ്യാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹാൻഡ് റിട്ടൺ ഇറ്റാലിക്സ് ടു ഷോ we have to underline the genus and species name separately. Binomial nomenclature le the first name it is genus and second name it is species. Genus name and species name it should be underlined separately. And the second rule of this, it is the genus it is generic name. Second rule പറയുന്നത് the genus it is generic name and species is specific epithet. Specific epithet is species. Okay, and we can say the third point, that is both the words are biological name. When handwritten it is separately underlined. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലാറ്റിൻ ലാംഗ്വേജ് ആയതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്ത് ഇറ്റാലിസൈസ്ഡ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇറ്റാലിക്സ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സോ വി ഡിസ്കസ് ദാറ്റ് ഇൻ ദ ഫസ്റ്റ് പോയിന്റ് ഇറ്റ് സെൽഫ്. Then the next one, the genus name should be in the capital letter. Genus starts with capital. Species starts with small letter. Pinna. After all this, if who has given that biological naming or who has found out the species and given the binomial nomenclature, the scientist name, it will be written after the species name in an abbreviated form. An example, it is
Mangifera indica Linn. Okay, Mangifera, this is genus name. Indica, it is species name. Mangifera, it started with capital letter. Indica starts with small letter, and it has underlined separately. And this was discovered by the scientist Linnaeus. So it has written as Linn. Mangifera indica Linn. Then the next, some more examples I'll just say, that is Adiantum caudatum. Examples. Another example for this is Adiantum caudatum. Adiantum caudatum. എന്താ Adiantum caudatum എന്ന് പറയുന്നത് അറിയോ? അതൊരു തരത്തിലുള്ള ടെറിഡോഫൈറ്റ് ആണ് കേട്ടോ. ദിസ് ഈസ് എ ടെറിഡോഫൈറ്റ്. ആൻഡ് ട്രിറ്റിക്കം ഏസ്റ്റിവം. എന്താ ട്രിറ്റിക്കം ഏസ്റ്റിവം എന്ന് പറഞ്ഞാൽ? ഗോതമ്പ്. ട്രിറ്റിക്കം ഏസ്റ്റിവം. This is another example. And we can see the next one, Citrus deodara. That is nothing but conifers. Gymnospermil വരുന്ന ഒരു പ്ലാന്റ് ആണ് സിട്രസ് ഡിയോഡാര എന്ന് പറയുന്നത്. Then the Ephedra sinica, that is also gymnosperm. Ephedra sinica. This is also gymnosperm. Here, ഞാൻ ഇത്ര എക്സാമ്പിൾസ് എഴുതി തരാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇസ് ദ ഓഡ് വൺ ഇൻ ദിസ് എന്ന് ചോദിച്ചിട്ട് അവർ കൊടുത്തിരുന്ന കോഡേറ്റം, എയ്സ്റ്റിവം, ഡിയോഡാര ആൻഡ് എഫീഡ്ര അങ്ങനെ കൊടുത്തിരുന്നത്. അപ്പൊ അതിനകത്ത് ഇത് നമുക്ക് അറിയാമെങ്കിൽ, സയന്റിഫിക് നെയിം അറിയാമെങ്കിലാണ് ഇതിന്റെ അകത്ത് ഇതിന് എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് എന്തുകൊണ്ടാണ് വേർതിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഹിയർ Adiantum caudatum is species, Aestivum is species, Deodara is species, but Ephedra alone it is genus name. Appo Ephedra, that was the odd one in that group. Okay, adu parayan vendittana njan ee examples ivide ezhi vechiട്ടുള്ള. That was asked in a previous year question paper. Okay, now ഇനി നമ്മൾ കുറച്ച് അഡീഷണൽ ടേംസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതായത് സയന്റിഫിക് നെയിം ചെയ്യുമ്പോൾ നമ്മൾ സയന്റിഫിക് നെയിമിങ്ങിൽ ഓർഗാനിസത്തിന്റെ പേര് എഴുതുമ്പോൾ നമ്മൾ സാധാരണ ജീനസ് നെയിം ആൻഡ് സ്പീഷീസ് നെയിം ഇറ്റ് വിൽ ബി ടു ഡിഫറെന്റ് നെയിംസ്, അല്ലെങ്കിൽ സ്പീഷീസ് നെയിം ആൻഡ് സബ് സ്പീഷീസ് നെയിം. ഇനിയിപ്പോൾ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നമ്മൾ ജീനസും സ്പീഷീസും മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇത് കൺസിഡർ ചെയ്താലേ, ട്രൈനോമിയൽ നോമൻക്ലേച്ചർ കൺസിഡർ ചെയ്താൽ നമ്മൾ സ്പീഷീസും സബ് സ്പീഷീസും ഒക്കെ എഴുതും കേട്ടോ. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ദ നോട്ട്സ് ഓഫ് ഇറ്റ്, യു ക്യാൻ ജസ്റ്റ് കോപ്പി ഇറ്റ്. സീ ഹിയർ, ടോട്ടോണിം. Tautonym എന്ന് പറയുന്ന a special type of name, that is also scientific name, and its genus and species name will be same. Rattus. So this is the scientific name of rat. Ratന്റെ scientific name ആണ് Rattus എന്ന് പറയുന്നത്. So here the genus and species name both are similar. And next one, it is autonym, that is autonym. Example for this is Corvus splendens. Okay, so here Corvus splendens, this is the genus and species name, and this one is the subspecies name. Okay, so Corvus splendens, that is the name where we can see species and subspecies. It is similar, that is called as autonym. അതേപോലെ തന്നെ homonym എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, two different organisms, they have the same scientific name. സെയിം സയന്റിഫിക് നെയിം ഉള്ള ഓർഗാനിസം, അതിനാണ് നമ്മൾ എന്ത് പറയാ, ഹോമോണിം എന്ന് പറയാം. എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് പ്രൂണസ് ഡക്ടസ്.
പ്രൂണസ് ഡക്ടസ്. ഇത് രണ്ട് ഓർഗാനിസത്തിൽ, അതായത് പ്ലമ്മും ആൽമണ്ടും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ സയന്റിഫിക് നെയിം യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ അങ്ങനെ വരാറില്ല. നമ്മൾ പറഞ്ഞു ഓരോ ഓർഗാനിസത്തിനും ഒരു നെയിം കാണും, ആ നെയിം വേറൊരു ഓർഗാനിസത്തിനും അപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലേ. അതിനൊരു എക്സെപ്ഷൻ ആണ് കേട്ടോ ഹോമോണിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ടോട്ടോണിം ഇറ്റ് വിൽ ബി ഓൾവേസ് സീൻ ഇൻ ആനിമൽസ്. ടോട്ടോണിം ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ പ്ലാന്റ്സ് അറ്റ് ഓൾ. ഓക്കെ, അതായത് ജീനസും സ്പീഷീസും ഒന്നായിട്ടുള്ള പ്ലാന്റ്സ് ഒരിക്കലും ഉണ്ടാവില്ല. ആനിമൽസിൽ മാത്രമാണ് ടോട്ടോണിമിന് എക്സാമ്പിൾ ഉള്ളൂ. സോ ഹിയർ the classification of living organism we will call as taxonomy. See, nomenclature ne pattittu namukku itre ullu. Now we are going to entering in taxonomy. Taxonomy nu parna organism, the organism is classifying according to the characteristic feature, that is called as the taxonomy. Taxonomy is nothing but the classification of living organism. appo ee living organism ne different categories aayittu categorize cheyyunnene nammal taxonomy nu paraya. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇഫ് ഐ എം സേയിങ് അബൌട്ട് ആൻ ആനിമൽ, നമ്മൾ ആനിമൽ എന്ന് പറയുമ്പോൾ എന്ത് ആനിമൽ വേണമെങ്കിലും ആവാം. നമ്മുടെ മനസ്സിലുണ്ടാവുക മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം വിച്ച് ഡു നോട്ട് ഹാവ് സെൽ വോൾ ആൻഡ് ദേ വിൽ ഡു ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കുന്ന എല്ലാ ലിവിങ് ഓർഗാനിസം എന്തായിരിക്കും? ആനിമൽസ് ആയിരിക്കും. അത് സ്പോഞ്ച് മുതൽ മാമൽസ് വരെ ഉണ്ടാവും അല്ലെ. അപ്പോൾ പലതരത്തിലുള്ള ഓർഗാനിസംസ് ഈ ആനിമൽസിൽ വരുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം സ്പെസിഫൈങ് ലൈക്ക് മാമൽസ്. മാമൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് മാമൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആസ് എക്സ്റ്റേണൽ ഇയർ, ബോഡി ഹെയർ, അതേപോലെ തന്നെ മാമറി ഗ്ലാൻസ്, ഇതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ വരിക. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം സേയിങ് ദ ഡോഗ്. ഡോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡോഗിന്റെ ഒരു പിക്ചർ ആയിരിക്കും എൻ്റെ മനസ്സിൽ വരിക. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം സേയിങ് അൽസേഷ്യൻ. I am specifically means it is pointing towards a particular organism, right? അപ്പോൾ ഞാൻ ആദ്യം എന്ത് പറഞ്ഞു? അത് ഒരു ആനിമലാന്ന് പറഞ്ഞു, പിന്നെ ഒരു മാമലാന്ന് പറഞ്ഞു, പിന്നെ ഒരു ഡോഗാന്ന് പറഞ്ഞു. Then after that I am saying that is Alsatian. So in each categorization I am specifying that particular organism. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഓരോ കാറ്റഗറിയും ആ ടാക്സോണമിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് പ്ലാന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. See here, if I am saying that is just it has the roots and leaves like that, if I am saying, then I'll understand it may be pteridophyte, it may be gymnosperm, or it may be angiosperm. Then after that I am saying that it has woody structure, then I'll just okay, it may be gymnosperm and maybe flowering plants. Then after that I am saying that it is having flowers, then I concentrate okay, it is flower producing plants. Then after that, if somebody is saying the characteristic feature as it produces red color flowers, so then I will think of woody plant which produces the red color flowers. അപ്പോൾ ഞാൻ red color flower produce ചെയ്യുന്ന ചിലപ്പോൾ എന്താണ് കാസിയ എന്ന് പറയുന്ന കാസിയ എന്ന് പറയുന്ന പ്ലാന്റിലായിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് കാസിയല്ല, ഗുൽമോഹർ ഐ എം സോറി. കാസിയ എന്ന് പറയുന്ന കണിക്കൊന്നയാണ് കേട്ടോ, അത് മഞ്ഞപ്പൂവാണ് ഉണ്ടാക്കുന്നത്. മറ്റേ ഗുൽമോഹറാണ് വാഗച്ചെടി, ചുമന്ന കളർ പൂവാണ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഓരോ സ്പെസിഫിക്കലി വെൻ ഐ ഗെറ്റ് വൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഐ സ്ലോലി എൻ്റർ ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ ഓർഗാനിസം. അപ്പൊ ടാക്സോണമി ഇൻ ഇറ്റ് വി ക്യാൻ സി different category, each category is different ranks in that. ഓരോ കാറ്റഗറിയും ഓരോ ലെവലാണ് അല്ലെങ്കിൽ ഓരോ റാങ്ക് ആണ്. ആ ഓരോ ലെവലിനെയും നമ്മൾ എന്താ പറയുക വെച്ചാൽ ടാക്സ എന്നാണ് പറയാം. ഓരോ ടാക്സോൺ അല്ലെങ്കിൽ ഓരോ ടാക്സോൺ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ടാക്സ എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. അപ്പോൾ ആ ഓരോ ടാക്സയും ഓരോ കാറ്റഗറീനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ കംപ്ലീറ്റ് കാറ്റഗറീനെ നമുക്ക് ഒരു ഹയർ ടു ലോവർ ലെവലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിന് നമ്മൾ പറയുന്നത് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയാം. അപ്പൊ ടാക്സോണമിക് ഹൈറാർക്കി അനുസരിച്ച് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിനെ ഓരോ ലെവലിൽ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് വി ക്യാൻ സി അറ്റ് ലാസ്റ്റ് about which organism they are talking about. That also we can understand, right? Now taxonomy, it is like what to say, പണ്ട് കാലങ്ങളിലൊക്കെ ഹ്യൂമൻ ബീങ്സ് ടാക്സോൺ ഓർഗാനിസത്തിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആവശ്യത്തിനുള്ള ഓർഗാനിസം, അതായത് അക്കോർഡിംഗ് ടു യൂസ് ആൻഡ് ഡിസ്യൂസ് ദേ ക്ലാസിഫൈഡ് ദ ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്. ഇന്ന് അങ്ങനെയല്ല. ബൈ കൺസിഡറിംഗ് ദ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ദ സയന്റിസ്റ്റ് ദേ ക്ലാസിഫൈ ദ ലിവിംഗ് ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറീസ്. അപ്പൊ ടാക്സോണമി കണ്ടുപിടിച്ചത്, ദ ഫാദർ ഓഫ് ടാക്സോണമി ഇറ്റ് ഈസ് ലിനേയസ്. ഓക്കെ, ലിനേയസ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. Father of taxonomy is
Linnaeus is father of taxonomy, and we can see the see here when we categorize the organism, when we categorize the organism, or when we are dividing the organism, when we do the characterization, we will just understand the relationship between the living organism. അങ്ങനെ ലിവിങ് ഓർഗാനിസത്തിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് systematic or systematic classification. So systematics, that term, it was introduced by the scientist again Linnaeus. Systematics എന്ന് പറയുന്നത് നമ്മൾ ടാക്സോണമി ചെയ്യുമ്പോൾ അത് അതിന്റെ റിലേഷൻഷിപ്സ് among the living organisms കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ടാക്സോണമി ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് ലീഡ് ചെയ്യും? എവല്യൂഷണറി ഹിസ്റ്ററിയിലേക്ക് ലീഡ് ചെയ്യും. അതായത് ഇപ്പോൾ എന്താ പറയാ, നമ്മൾ ഹ്യൂമൻ ബീങ്സും അതുപോലെ എയ്പ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ നടന്ന് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എയ്പ്സും ഹ്യൂമൻ ബീങ്സും തമ്മിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് എന്താ മനസ്സിലാക്കുന്നത്? നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആയിരുന്നു എയ്പ്സ്, അല്ലെങ്കിൽ എയ്പ്സിന് എവല്യൂഷൻ നടന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഹ്യൂമൻ ബീങ്സ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. സോ ദ സിസ്റ്റമാറ്റിക്സ്, ദ ടേം, ഇറ്റ് വാസ് കോയിൻഡ് ബൈ ദ സയന്റിസ്റ്റ് Linnaeus, and systematic in which we can see the evolutionary history also. Evolutionary history കൂടെ നമുക്ക് സിസ്റ്റമാറ്റിക്സിൽ കാണാൻ കഴിയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം? കുറച്ച് സയന്റിസ്റ്റിന്റെ പേരും അതുപോലെ who is the father of botany, who is father of zoology, who has written a particular book, ഇതൊക്കെയുണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഞാനിവിടെ പറയാനുള്ള കാരണം സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നീറ്റ് എക്സാമിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ യു ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. Hippocrates, that he is the father of medicine. Okay, father of medicine is Hippocrates. Okay, Hippocrates is father of medicine. Aristotle, he is father of zoology. Father of zoology is Aristotle. Okay, and we can see Aristotle, he classified the organisms according to the habitat of that organism, like aerial organism, aquatic organism, terrestrial organism എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. So here he classified the organisms into aquatic, terrestrial and aerial organism. ഓക്കെ, അതായത് പറന്ന് നടക്കുന്ന ഓർഗാനിസം, അതുപോലെ വെള്ളത്തിൽ കാണുന്ന ഓർഗാനിസം, അതുപോലെ കരയിൽ കാണുന്ന ഓർഗാനിസം, അങ്ങനെയാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെ. അതുപോലെ ഫാദർ ഓഫ് ബോട്ടണി, ദാറ്റ് ഈസ് തിയോഫ്രാസ്റ്റസ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഒരിക്കൽ കേട്ടോ, തിയോഫ്രാസ്റ്റസ്. അതേപോലെ he classified the organisms into herbs, shrubs and trees. herbs എന്ന് പറഞ്ഞാല് പുൽവർഗം, അണ്ടർ ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുറ്റിച്ചെടികൾ, ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുറ്റിച്ചെടി, അതുപോലെ തന്നെ ട്രീസ്, അതിന്റെ വലിപ്പം അനുസരിച്ചാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബൈ തിയോഫ്രാസ്റ്റസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓഥറിന്റെ കുറെ ബുക്ക് എഴുതിയ ഓഥേഴ്സിന്റെ പേര് നോക്കാം. സി ഹിയർ വി ക്യാൻ സി Historia plantarum, it was written by this Theophrastus. In his book, around 480 plants were described in this. Theophrastus wrote one book, Historia plantarum. It was written by the scientist Theophrastus, and in it 480 plants were described. 480 plants ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസ്റ്റോറിയ പ്ലാന്റാരം എന്ന് പറഞ്ഞ ബുക്കിൽ. അതുപോലെ തന്നെ ജോൺ റേ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എഴുതിയ ബുക്കാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം. ഇത് എഴുതിയത് ജോൺ റേ ആണ്. ഞാൻ ഇതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. So here Historia plantarum was written by Theophrastus, and in that 480 plants were described. Historia generalis plantarum was written by John Ray, and we can see Species plantarum and Systema naturae both were written by Linnaeus. Species plantarum and Systema naturae.
It was written by the scientist Linnaeus. ഇത് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. Systema Naturae and Species Plantae. In that Systema Naturae, it had 4,326 group of organisms. ഇതിനകത്ത് 4,326 ഓർഗാനിസത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഷീസ് പ്ലാന്റാരത്തിന് 5,900 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആർ റെപ്രസെന്റഡ്. 5,900 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആർ റെപ്രസെന്റഡ് ഇൻ സ്പീഷീസ് പ്ലാന്റർ. ഇതിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിലാണ്. കർണാടകയുടെ എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിലാണ് ചോദിച്ചിട്ടില്ല, നാഷണൽ ലെവലിൽ ചോദിച്ചിട്ടില്ല. So here this species plantarum in which only the plants are represented, Systema Naturae in which both the plants and animals are represented in Systema Naturae. So species plantarum where 5,900 species of plants are mentioned, Systema Naturae where 4,326 plants are mentioned. And there he considered the characteristic features, sexual characteristic features. Okay. ഇനി നമുക്ക് അടുത്ത ഫിലോസഫിക് സുവോളജിക് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ഫിലോസഫിക് zoologic. ഈ ബുക്ക് എഴുതിയത് ആരാന്ന് വെച്ചാല് it was written by Lamarck. Philosophic zoologic, it was written by Lamarck. So we told the systematic is the term, it was coined by the scientist Linnaeus. So the term new systematic, it was coined by the scientist Huxley. Okay, new systematic is coined by okay. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കേ, ഇവിടെ നമ്മൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് കുറച്ച് സയൻറ്റിസ്റ്റ് വർക്ക് ചെയ്തും അവരെഴുതിയ ബുക്കും അതുപോലെ അവരെ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ദിസ് ടാക്സോണമി എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ സെഷനിൽ പറഞ്ഞത്. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ നോക്കിയാൽ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ലിവിങ് ഓർഗാനിസത്തിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള 4 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രിപ്ഷൻ, ദെൻ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. അതിനകത്ത് നോമൻക്ലേച്ചർ വന്നിട്ട് 2 തരത്തിലുള്ള നോമൻക്ലേച്ചർ ഉണ്ട്. ഒന്ന് കോമൺ നെയിം കൊടുക്കുന്നത്, പക്ഷെ കോമൺ നെയിം വി കനോട്ട് റെഫർ ഫോർ സയന്റിഫിക് സ്റ്റഡി ബിക്കോസ് കോമൺ നെയിം ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഏരിയാസ്. അതിന് വെർണാക്കുലർ നെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ സയന്റിഫിക് നെയിം ഇറ്റ് ഈസ് നീഡഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വൺ ഓർഗാനിസം ബിക്കോസ് scientific name it is unique and it will be seen only in one living organism, one name. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ് Carolus Linnaeus. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ ജീനസ് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും ആണ്, അതായത് ജീനസ് നെയിമും സ്പീഷീസ് നെയിമും. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ്. അതിന്റെ റൂൾസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ ICBN, ICZN, ICBACN or ICNB, ICVN ഇതൊക്കെയാണ് അതിന്റെ റൂൾസും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ റൂൾസ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് അത് ലാറ്റിൻ ഒറിജിൻ ആണ്, അതുകൊണ്ട് തന്നെ അത് ഇറ്റാലിക്സിലായിരിക്കണം. അതേപോലെ ലാറ്റിൻ ഒറിജിൻ ആവാനുള്ള കാരണം ലാറ്റിൻ ഈസ് എ ഡെഡ് ലാംഗ്വേജ്. അതേപോലെ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ 2 ടേം ഉണ്ട്, ഒന്ന് സ്പീഷീസും ഒന്ന് ജീനസും. സ്പീഷീസ് ഇസ് നത്തിങ് ബട്ട് ജീനസും സ്പീഷീസും. ജീനസ് ഇസ് നത്തിങ് ബട്ട് ജനറിക് നെയിം, സ്പീഷീസ് ഇസ് നത്തിങ് ബട്ട് സ്പെസിഫിക് എപ്പിത്തറ്റ്. മൂന്നാമത്തെ റൂളിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം, അതുപോലെ സ്പീഷീസ് നെയിം എപ്പോഴും സ്മോൾ ലെറ്ററിൽ തുടങ്ങണം. അതേപോലെ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെപ്പറേറ്റ് ആയിട്ട് വേണം അണ്ടർലൈൻ ചെയ്യാനായിട്ട്. അതേപോലെ ദാറ്റ് ഷോ ദ ഇറ്റാലിക്സ് ഡ്യൂറിങ് ദ ഹാൻഡ് റിട്ടൺ. ഓക്കെ. അതേപോലെ നമ്മളൊരു ബൈനോമിയൽ നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ അബ്രീവിയേറ്റഡ് നെയിം ഇറ്റ് ഹാസ് ടു ബി മെൻഷൻ ആഫ്റ്റർ ദ സ്പീഷീസ് നെയിം. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഓട്ടോണിം പറഞ്ഞു, ടോട്ടോണിം പറഞ്ഞു ആൻഡ് ഹോമോണിം. ടോട്ടോണിം എന്ന് പറയുന്ന ജീനസും സ്പീഷീസും ഒന്നായിട്ടുള്ളതാണ്. ടോട്ടോണിം ഒരിക്കലും പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യില്ല, അത് ആനിമൽസിൽ മാത്രമേ കാണാറുള്ളൂ. ഓട്ടോണിം എന്ന് പറയുന്നത് സബ് സ്പീഷീസും ഒരേ നെയിം ആയിട്ടുള്ളതാണ്. ഓട്ടോണിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് ക്രോ, ദാറ്റ് ഈസ് കോർവസ് പ്ലൻഡൻസ്. ഇനി നമ്മൾ ഹോമോണിം എന്ന് പറഞ്ഞാൽ 2 ഓർഗാനിസത്തിനും ഒരേ പേരുള്ളതിനെയാണ് നമ്മൾ ഹോമോണിം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ബയോഡൈവേഴ്സിറ്റി ടാക്സോണമിയുടെ കേസിൽ ഓരോ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ വെച്ച് ഓരോ കാറ്റഗറിയിലായിരിക്കും ഓർഗാനിസത്തിനെ ഉൾപ്പെടുത്തുക.
അപ്പോൾ ഓരോ കാറ്റഗറിയിലും നമ്മൾ ആ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത് ഫോർവേഡ് പോവുകയാണ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ഓർഗാനിസം എന്ന് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും അവസാനത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറീനെയും ഈ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടാക്സോണമിയിലെ ഓരോ കാറ്റഗറീനെയും നമ്മൾ പറയുന്ന ദ റാങ്ക് ഇൻ ഈ ടാക്സോണമി എന്നാണ്. ആ ഓരോ റാങ്കും എന്താണ്, ഓരോ ടാക്സയാണ്. ടാക്സ എന്ന് പറയുന്നത് ടാക്സോണിന്റെ പ്ലൂറലാണ് ടാക്സ എന്ന് പറയുന്നത്. അതേപോലെ ഓരോ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, ഓരോ ലെവലിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അതിന് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയും. അതുപോലെ ടാക്സോണമി ഹൈറാർക്കി, when we are making that, we will consider some of the additional characters as evolutionary relationship. അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിസത്തിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൺസിഡർ ചെയ്ത് വേറൊരു ഓർഗാനിസം ആയിട്ട് നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സ് സിമിലാരിറ്റി നോക്കിയിട്ട്, അതായത് അത് അവരെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. ആ സിസ്റ്റമാറ്റിക് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ലിനേയേഴ്സ് ആണ്. അതുപോലെ അവിടെ നിന്നാണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ നമുക്ക് കാണാം ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തും ലിനേയേഴ്സ് ആണ്. അതേപോലെ ന്യൂ സിസ്റ്റമാറ്റിക് ദ ടേം ഇറ്റ് വാസ് കോയിൻഡ് ബൈ ഹക്സ്ലി. കുറേയും കൂടി എന്താ പറയുക അഡ്വാൻസ്ഡ് രീതിയിൽ സിസ്റ്റമാറ്റിക്സിനെ ഡിഫൈൻ ചെയ്ത ആളാണ് ഹക്സ്ലി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സയന്റിസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പറഞ്ഞത്. ഫാദർ ഓഫ് മെഡിസിൻ ഈസ് ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് സുവോളജി ഈസ് അരിസ്റ്റോട്ടിൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്ത അക്വാറ്റിക്, ടെറസ്ട്രിയൽ, ഏരിയൽ ഹാബിറ്റാറ്റിലുള്ള ഓർഗാനിസംസ് എന്നാണ്. അതുപോലെ ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത ഹെർബ്സ്, അണ്ടർഷബ്സ്, ഷബ്സ് ആൻഡ് ട്രീസ് അക്കോർഡിംഗ് ടു ദർ സൈസ്. ദെൻ ഹിസ്റ്റോറിയ പ്ലാന്റാരം എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് തിയോഫ്രാസ്റ്റസ് ആണ്. ഏകദേശം 480 പ്ലാന്റ്സിനെ പറ്റിയിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം എന്ന് പറയുന്ന ബുക്ക് എഴുതിയ ആള് ജോൺ റേ ആണ്. അതേപോലെ സ്പീഷീസ് പ്ലാന്റാരം, അതുപോലെ സിസ്റ്റമാ നാച്ചുറ, ഈ 2 ബുക്ക് എഴുതിയത് ലിനേയേഴ്സ് ആണ്. സ്പീഷീസ് പ്ലാന്റാരത്തില് നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് മാത്രമേ അദ്ദേഹം വിവരിക്കുന്നുള്ളൂ. That is 5,900 species of plant varieties are mentioned in this book and 4,326 organisms are represented in this Systema Naturae. അതുപോലെ ഫിലോസഫിക് സുവോളജിക് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ലാമാർക്ക് ആണ്. This is all about this particular session. ഇനി നമുക്ക് പഠിക്കാനുള്ള ടാക്സോണമിക് കാറ്റഗറീസ് ആണ്. That we will see in the next session. Okay.